ലൈംഗിക അതിക്രമ പരാതികളിൽ കൂടുതൽ പേർക്കെതിരെ കേസ്. കോഴിക്കോട് സ്വദേശിയായ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ പരാതിയിൽ നടന്മാരായ സുധീഷ്, ഇടവേള ബാബു എന്നിവർക്കെതിരെ കേസെടുത്തു. അതേസമയം യുവാവിന്റെ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിനെതിരെ കസബ പോലീസ് കേസെടുക്കുകയും ചെയ്തു. വിവരങ്ങളുമായി ലതീഷ് കോഴിക്കോട് നിന്ന് ചേരുന്നു. ലതീഷ്, ഓരോ ദിവസവും ഓരോരോ പുതിയ പരാതികൾ, ആരോപണങ്ങൾ വരികയാണ്. ഇന്ന് സുധീഷിനെതിരെ പരാതി കേസ് എടുത്തിരിക്കുന്നു. സുധീഷിനെതിരെയും ഒപ്പം തന്നെ ഇടവേള ബാബുവിനെതിരെയും. എന്താണ് ഇവർക്കെതിരെയുള്ള കേസിൻ്റെ അടിസ്ഥാനമായ സംഭവം? ഏത് കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഇവർ പീഡിപ്പിച്ചു അല്ലെങ്കിൽ ലൈംഗിക അതിക്രമം നടത്തി എന്നുള്ള പരാതി ഉയർന്നിരിക്കുന്നത്? സിജു, ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥ ഐശ്വര്യ ഡോങ്റെ കോഴിക്കോട് എത്തി രണ്ടുപേരുടെയും മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഒന്ന് യുവാവിൻ്റെ മൊഴിയും അതേപോലെ തന്നെ ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു. ഇതിൻ്റെ തുടർച്ചയായാണ് ഇപ്പോൾ കോഴിക്കോട് 2 പോലീസ് സ്റ്റേഷനുകളിലായി 3 കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സംവിധായകൻ രഞ്ജിത്തിനെതിരെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനാണ് കോഴിക്കോട് കസബ പോലീസ് കേസെടുത്തത്. 2012 സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകാമെന്ന് പറഞ്ഞ് ബംഗളൂരുവിൽ ഒരു ഹോട്ടലിലെത്തിച്ച് യുവാവിനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കി എന്നാണ് യുവാവിൻ്റെ പരാതി. ആ കേസിലാണ് 377 വകുപ്പ് പ്രകാരം സംവിധായകൻ രഞ്ജിത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്. യുവാവിൻ്റെ നഗ്നചിത്രമെടുത്ത് പ്രചരിപ്പിച്ചു എന്ന കുറ്റം ചുമത്തി IT ആക്റ്റും രഞ്ജിത്തിനെതിരെ ചുമത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ സംഭവം എന്ന് പറയുന്നത് ജൂനിയർ ആർട്ടിസ്റ്റിന് ഇടവേള ബാബുവിനെതിരെയും അതേപോലെ തന്നെ നടൻ സുധീഷിനെതിരെയുമാണ് കേസെടുത്തിരിക്കുന്നത്. ഇത് രണ്ട് കേസായിട്ടാണ് നടക്കാവ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 354A വകുപ്പ് പ്രകാരമാണ് ഇവർക്കെതിരെ കേസ്. ലൈംഗിക ഉദ്ദേശത്തോടെ സംസാരിച്ചു എന്ന കുറ്റം ചുമത്തിയാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. AMMA എന്ന സംഘടനയിൽ അംഗത്വം വാഗ്ദാനം ചെയ്താണ് ഇടവേള ബാബു ഇവരെ സമീപിച്ചതെന്നാണ് ഇവർ പരാതിയിൽ പറയുന്നത്. ടൂർ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് നടൻ സുധീഷ് സമീപിച്ചു, മോശമായി സംസാരിച്ചു എന്നും ഈ ജൂനിയർ ആർട്ടിസ്റ്റായ യുവതി പരാതിയിൽ പറയുന്നുണ്ട്. എന്തായാലും ഈ രണ്ടുപേരുടെയും മൊഴി ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം കോഴിക്കോടെത്തി രേഖപ്പെടുത്തിയിരുന്നു. ഇതിന് തുടർച്ചയായാണ് ഇപ്പോൾ കോഴിക്കോട് കസബ പോലീസ് ഇടവേള ബാബുവിനെതിരെയും സുധീഷിനെതിരെയും ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ പരാതിയിലാണ് ഇടവേള ബാബുവിനെതിരെയും അതേപോലെ തന്നെ സുധീഷിനെതിരെയുമുള്ള കേസ് നടക്കാവ് പോലീസ് എടുത്തിരിക്കുന്നത്. മറ്റൊന്ന് യുവാവിൻ്റെ പരാതിയിൽ ഒരേ നടി തന്നെ, ഓരോ ജൂനിയർ ആർട്ടിസ്റ്റ് തന്നെയാണ് സുധീഷിനെതിരെയും ഇടവേള ബാബുവിനെതിരെയും പരാതി നൽകിയിരിക്കുന്നത്. തീർച്ചയായും അതെ, ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് നൽകിയ പരാതിയിലാണ് ഇടവേള ബാബുവിനെതിരെയും അതേപോലെ തന്നെ നടൻ സുധീഷിനെതിരെയും കേസ്. ഇപ്പോൾ നിലവിൽ ലൈംഗിക അതിക്രമം നടത്തി എന്നുള്ളതല്ല, മോശമായി പെരുമാറി എന്നുള്ള അർത്ഥത്തിലാണ് ഇരുവർക്കുമെതിരെ കേസെടുത്തിരിക്കുന്നത്. 354A സ്ത്രീത്വത്തെ അപമാനിച്ചു അല്ലെങ്കിൽ ലൈംഗിക ചുവയോട് സംസാരിച്ചു, ലൈംഗിക ഉദ്ദേശത്തോടെ പെരുമാറി, ആ വകുപ്പ് പ്രകാരമാണ് ഇവർക്കെതിരെ രണ്ടുപേർക്കെതിരെയും 2 കേസുകൾ എടുത്തിരിക്കുന്നത്. ഇത് ഏതെങ്കിലും തരത്തിൽ അല്ലാതെ രീതിയിലുള്ള പരാതി യുവതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നില്ല. ഈ AMMA എന്ന സംഘടനയിൽ അംഗത്വം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് അംഗത്വം നൽകണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും, ഇത്തരത്തിൽ സഹകരിക്കേണ്ടി വരുമെന്നടക്കമുള്ള കാര്യങ്ങൾ ഇടവേള ബാബു സംസാരിച്ചു എന്നും ടൂർ വാഗ്ദാനം ചെയ്തുകൊണ്ട് സുധീഷ് അപമര്യാദയായി പെരുമാറിയെന്നും അല്ലെങ്കിൽ ശരി ലതീഷ്, ഇപ്പോൾ നിലവിൽ കോഴിക്കോട് 3 കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ട്, സിനിമാ മേഖലയിലെ ലൈംഗിക അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് 3 കേസുകളാണ് കോഴിക്കോട് ജില്ലയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്, അല്ലേ? തീർച്ചയായും ഈ 3 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. മറ്റൊരു ജൂനിയർ ആർട്ടിസ്റ്റ് ഒരു പ്രൊഡക്ഷൻ കൺട്രോളർക്കെതിരെ കഴിഞ്ഞ ദിവസം പരാതി ഉന്നയിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തി വരികയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. നിലവിൽ ആ പരാതിയിൽ കേസ് ഇതുവരെ രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. സിജു, ശരി, ലതീഷാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ പരാതിയിൽ ഇടവേള ബാബുവിനെതിരെയും സുധീഷിനെതിരെയും കോഴിക്കോട് പോലീസ് കേസെടുത്തിരിക്കുന്നു.